ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം വിനീതമായി അറിയിക്കുന്നു. 1 ശമൂവേലിൻ്റെ 30-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. 29-ാം അധ്യായത്തിൽ ഫെലിസ്ത്യരോട് ചേർന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പോയ ആ പടയാളികളോട് ചേർന്ന് രാജാവ് ആക്കീസ് രാജാവ് ദാവീദിനെ കൂടി ക്ഷണിച്ചു. നീയും വരണമെന്ന് പറഞ്ഞ് ദാവീദ് പോയി. എന്നാൽ അവിടുത്തെ പ്രഭുക്കന്മാർക്കത് ഇഷ്ടപ്പെടാതിരുന്നതിനാൽ അവർ ദാവീദിനെ തിരിച്ചയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആക്കീസ് രാജാവ് ദാവീദിനെ തിരിച്ചയക്കുകയാണ്. അങ്ങനെ തിരിച്ചു നടന്ന ദാവീദും കൂട്ടരും അനുയായികളും അവരുടെ ഗ്രാമത്തിലെത്തുവാൻ, അവരുടെ പട്ടണത്തിലെത്തുവാൻ 3 ദിവസം സമയമെടുത്തു. വന്നപ്പോഴേക്കും അമാലേക്യർ വന്ന് ദാവീദ് താമസിച്ചിരുന്ന ആ പട്ടണത്തെ മുഴുവൻ കൊള്ളയടിച്ച് ആ പട്ടണത്തെ അഗ്നിക്കിരയാക്കി മനുഷ്യരെ മുഴുവൻ പ്രായഭേദമന്യേ എല്ലാവരെയും അടിമകളാക്കി കൊണ്ടുപോയി. അതിൽ ദാവീദിൻ്റെ 2 ഭാര്യമാരും മക്കളും കുടുംബാംഗങ്ങളെല്ലാം അതിലുണ്ട്. നമ്മളിവിടെ വായിക്കുന്നത് ശക്തി കെടുന്നതുവരെയും ദാവീദും കൂട്ടരും അന്ന് കരഞ്ഞുവെന്നാണ്. അല്ലാതെ അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇതുവരെയുള്ള അധ്വാന ഫലങ്ങൾ മുഴുവൻ പോയി, കുടുംബാംഗങ്ങൾ പോയി, അവർ താമസിക്കേണ്ട പട്ടണം മുഴുവൻ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ദാവീദിനെ ദൈവം വിളിച്ച് രാജാവായി അഭിഷേകം ചെയ്തവനാണ്. ഒരു അഭിഷിക്തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ ദാവീദിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാം. ഒന്നിനു പിറകെ ഒന്നായി ക്രൂശിൻ്റെ അനുഭവങ്ങൾ വരുന്നു. ഇതാണ് യഥാർത്ഥമായ ക്രൂശിൻ്റെ വഴി എന്ന് പറയുന്നത്. ദൈവം എന്തുകൊണ്ട് ദാവീദിനെ ഇങ്ങനെ ശോധന ചെയ്യുന്നു? തൻ്റെ കയ്യിൽ ഇനിയും ആയിരിക്കേണ്ട നല്ല മെരുക്കമുള്ള ഒരു ആയുധമായി ദൈവം ദാവീദിനെ ഇവിടെ മെരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായ പ്രതിസന്ധി ഘട്ടങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി നേരിടേണ്ടി വരുമ്പോൾ നമ്മളും അത് മനസ്സിലാക്കുക. 6-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്. അവനെ അതായത് ദാവീദിൻ്റെ അനുയായികൾ വരെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ദാവീദിനെ കല്ലെറിയണമെന്ന് പറഞ്ഞു. കാരണം ദാവീദ് തങ്ങളെയും കൂട്ടിക്കൊണ്ട് യുദ്ധമുഖത്തേക്ക് പോയതുകൊണ്ടാണല്ലോ തങ്ങളുടെയും ഭാര്യമാരും മക്കളും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടത്. അതിന് കാരണക്കാരനായ ദാവീദിനെ കല്ലെറിയണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ദാവീദ് പറഞ്ഞ 6-ാം വാക്യം നമ്മൾ വായിക്കുക. ദാവീദ് ദൈവമായ കർത്താവിൽ ശരണം വെച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അവൻ ധൈര്യം പൂണ്ടു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹിതരും വേണ്ടപ്പെട്ടവരും ഒക്കെ നമ്മളെ പുറന്തള്ളുമ്പോൾ നമുക്ക് ആശ്വാസം പകരുന്ന ഒരു വലിയ വചനമാണിത്. ദാവീദ് ദൈവത്തിൽ ശരണം വയ്ക്കുന്നു. അല്ലാതെ അവൻ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാവീദ് പെട്ടെന്ന് ഇതിനു മുൻപേ ശൗൽ രാജാവ് കൊന്ന അഹീമേലെക്ക് രാജാവിൻ്റെ മകൻ അബ്യാഥാർ പുരോഹിതനെ വരുത്തി ഏഫോദ് വെച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. ഞാൻ ഇനി എന്താണ് കർത്താവേ ചെയ്യേണ്ടത്? ഞാൻ ഇനിയും ഞങ്ങളുടെ വസ്തുക്കൾ കൊള്ളയടിച്ചു പോയ, അല്ലെങ്കിൽ ഈ പട്ടണത്തെ കൊള്ളയടിച്ചവരെ പിന്തുടർന്നാൽ എനിക്കത് ഒക്കെ തിരികെ ലഭിക്കുമോ? ദൈവം അവനെ ധൈര്യപ്പെടുത്തുന്നു. നീ ധൈര്യമായിട്ട് പോവുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അത് കേട്ട് ദാവീദ് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പോകാൻ വേണ്ടി ഒരുങ്ങണമെങ്കിൽ അവർ ഏത് ദിക്കിലേക്കാണ് ഇവരെയും കൊണ്ട് പോയതെന്ന് ദാവീദിന് യാതൊരു പിടിയുമില്ല. ഇന്നത്തെ ആധുനിക കാലത്താണ് നമുക്കിതൊക്കെ കണ്ടുപിടിക്കുക. അന്നത്തെ കാലത്ത് യാതൊരു നിർവാഹവും ഇല്ലല്ലോ. മുഴുവൻ ആളുകളെയും കൊണ്ടുപോയതുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുപോയതെന്ന് ഒന്നും അറിയാൻ മേല. അപ്പോഴാണ് നമ്മളിവിടെ കാണുന്നത്, ഏതുപോലെ അറിഞ്ഞുമില്ല, ദൈവം ആശ്ചര്യകരമായ രീതിയിൽ ദാവീദിനെ വഴിനടത്തി നമ്മൾ കാണുന്നു. ദാവീദൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇതാ വഴിയരികിൽ ക്ഷീണിതനായി കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു. അവൻ രോഗിയാണ്. അവൻ ഭക്ഷണം കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. ദാവീദ് അവനെ വിളിച്ചുകൊണ്ടുവന്ന് അവന് ഭക്ഷണം കൊടുക്കുന്നു, മുന്തിരിക്കുല കൊടുക്കുന്നു, അവനെ ശക്തിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, തൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടുന്ന ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ദാരുണമായ അവസ്ഥ കണ്ടപ്പോൾ
തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ മറന്ന് ഇവൻ്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാമെന്ന് ചിന്തിക്കുകയാണ്. ഈ ദാവീദിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വലിയ നിഴലായി ദാവീദിനെ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ. ഇതാണ് വാസ്തവത്തിൽ ഒരു ദൈവപുരുഷൻ ചെയ്യേണ്ടത്. ഒരു അഭിഷിക്തയിൽ നിന്നുണ്ടാവേണ്ട മനോഭാവമാണിത്. അപ്പോൾ ദാവീദ് ഇപ്രകാരം ചെയ്തപ്പോൾ ഈ മനുഷ്യൻ അവനോട് ദാവീദ് ചോദിക്കുന്നത്, നീ എവിടുത്തുകാരനാണ്? അപ്പോഴാണ് ഇവൻ പറഞ്ഞത്, ഞാൻ അമാലേക്യരുടെ കൂട്ടത്തിൽ യുദ്ധം ചെയ്യാൻ വന്നവനാണ്. അപ്പോൾ ആ മനുഷ്യനാണ് ഇനി അവരുടെ അടുക്കലേക്ക് ഈ ദാവീദിനെ വഴി നടത്തി, ഇന്ന ദിക്കിലേക്ക് പോയാൽ മതി എന്ന് അവനൊരു കാര്യം പറയുന്നുണ്ട്, നീ അത് കഴിയുമ്പോൾ എന്നെ കൊല്ലരുത്. 2, എന്നെ ഉപേക്ഷിച്ച് പോയവരുടെ കയ്യിൽ എന്നെ നീ ഏൽപ്പിക്കുകയും അരുത്. കാരണം ഇന്നെൻ്റെ ജീവൻ നിലനിർത്തിയവൻ നീയാണ്. നീ എനിക്കിനിയും നിൻ്റെ കൂടെ വസിക്കാനുള്ള അനുവാദം കൂടി നീ തരണം. ദാവീദൊക്കെ സമ്മതിച്ച് ആ മനുഷ്യനെ കൊണ്ട് പോയി. അവരെ പിന്തുടർന്നു. തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദാവീദ് തിരിച്ചു പിടിച്ചുകൊണ്ട് മടങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, ദൈവം എത്രമാത്രം അത്ഭുതകരമായി ദാവീദിനെ വഴി നടത്തുന്ന നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴാണ് ഈ ദാവീദ് അവരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 200 അനുയായികൾ അവരെ ക്ഷീണിച്ചു പോയിരുന്നു. കാരണം ഈ പട്ടണത്തിലൊന്നുമില്ലല്ലോ, ഭക്ഷണം കഴിക്കാനില്ല, ഒന്നും അവർക്കില്ല. അങ്ങനെ വന്നപ്പോൾ അവർ ക്ഷീണിതരായി ദാവീദിനോടൊപ്പം യുദ്ധത്തിന് പോയില്ല. അപ്പോൾ യുദ്ധത്തിന് പോയവർ അവരെ കീഴ്പ്പെടുത്തി ആ കൊള്ളവസ്തുക്കളുമായി വന്നപ്പോൾ യുദ്ധത്തിന് പോയവർ പറഞ്ഞു, ഇവിടെ നമ്മുടെ കൂടെ യുദ്ധത്തിന് വരാതെ മടിയന്മാരായിരുന്നവരാണ് ഇവരെ, അവർക്ക് നമ്മളിതിൻ്റെ ഓഹരി കൊടുക്കാൻ പാടില്ല. പക്ഷേ ദാവീദിൻ്റെ കാരുണ്യം അതനുവദിച്ചില്ല. അവരും വിശന്നിരിക്കുകയാണ്, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടതാണ്. ദാവീദ് അവർക്ക് ഓഹരി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദ് പോയപ്പോൾ ദാവീദിൻ്റെ മറ്റ് സാധന സാമഗ്രികളൊക്കെ അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിന് പോകുന്നവർ മാത്രമല്ല, അവരുടെ സാധന സാമഗ്രികൾ സംരക്ഷിക്കുന്നവർക്കും കൊള്ളവസ്തുവിൻ്റെ വിഹിതം കൊടുക്കണമെന്നുള്ളൊരു നിയമം ഇസ്രായേലിൽ അങ്ങനെ നിലവിൽ വരികയാണ്. ദാവീദിൻ്റെ ആ വലിയ ഒരു മനോഭാവം കാണണം. അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് യുദ്ധത്തിന് വരാൻ മനസ്സില്ലാഞ്ഞുകൊണ്ടല്ല, അവർ ക്ഷീണിതരായി പോയതുകൊണ്ടാണ്. അതിനുള്ള ആരോഗ്യം അവർക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ പോകാതിരുന്നത്. അവരെ കൂടി കരുതുവാനുള്ള ദാവീദിൻ്റെ മനോഭാവം. അതുപോലെ തന്നെ ഇതിനു മുൻപ് ദാവീദും അനുയായികളും ചുറ്റിത്തിരിഞ്ഞ എല്ലാ പ്രദേശത്തുമുള്ള ഇതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അതിൻ്റെ ഓഹരി അദ്ദേഹം അവിടെ നിന്ന് കൊടുത്തു വിടുകയാണ്. ഈ ദാവീദിൽ യഥാർത്ഥ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ നമ്മുടെ കർത്താവ് തൻ്റെ പിതാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ പീലിപ്പോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾക്ക് പിതാവായ ദൈവത്തെ കാണാൻ പറ്റുമോ? യേശു നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു മറുപടി ഉണ്ടല്ലോ, ഞാനും പിതാവും ഒന്നാണ്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശുവിനെ കണ്ടവൻ പിതാവായ ദൈവത്തെ കണ്ടു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന, കർത്താവിനാൽ അഭിഷിക്തരെന്ന് അവകാശപ്പെടുന്ന നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ? നമ്മെ കാണുന്നവർ ആരെയാണ് കാണുന്നത്? യേശുവിനെയാണോ കാണുന്നത്, അതോ പൈശാചിക ശക്തികളെയാണോ കാണുന്നത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. യേശു ആകാൻ പറ്റിയില്ലെങ്കിലും കുറേയെങ്കിലുമൊക്കെ കാരുണ്യത്തോടും ഒരു മനസ്സലിവോടും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കിടയായി തീരണം. ദാവീദ് തൻ്റെ ആശ്രയം മുഴുവൻ ദൈവത്തിൽ ശരണം പ്രാപിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൽ ശരണം പ്രാപിക്കുമ്പോൾ ദൈവം നമ്മെ വഴി നടത്തും. നമ്മെ ദൈവം മെരുക്കിയെടുക്കാൻ വേണ്ടി കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതുപോലെ ക്രൂശിൻ്റെ വഴികളിലൂടെയൊക്കെ നമുക്ക് പോയേക്കാം. ദാവീദ് പോയത് എല്ലാ വഴിയിലൂടെ നമുക്ക് പോകേണ്ടി വരും. ദാവീദെല്ലാം അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ പുതിയ നിയമവുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പിശാചൻ മനുഷ്യരിൽ നിന്ന് അപഹരിച്ചതെല്ലാം കർത്താവ് ഭൂമിയിൽ വന്ന് തൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ, ക്രൂശമരണത്തിലൂടെ അതെല്ലാം നമുക്ക് തിരിച്ചു തന്നു. രാജ്യത്വവും പൗരോഹിത്യവും പ്രവാചകത്വവും ഒക്കെ ആദ്യ മനുഷ്യനുണ്ടായിരുന്നു. പാപമുഖാന്തരം അതെല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ കർത്താവ് അതെല്ലാം നമുക്ക് തിരിച്ചു തരുന്നതായ വലിയ അനുഭവം, ആ കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ നിഴലായി ദാവീദിൻ്റെ ജീവിതത്തെ നമുക്ക് കാണാവുന്നതാണ്. അപ്രകാരം ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിലൂടെ ദൈവത്തെ കൂടുതൽ അറിയുവാനും ആ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാനും ദാവീദിനെ പോലെ ദൈവത്തിലെ ശരണം വയ്ക്കുവാനും നമുക്ക് ഇടയാകട്ടെ.
ദൈവമേ പരിശുദ്ധാത്മാവേ അത് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.